ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ പക്കൽ പുതിയൊരു ആയുധമോ വിനാശകരമായ സാങ്കേതിക വിദ്യയോ എത്തിയാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയായിരിക്കും. അവർക്കത് കിട്ടിയാൽ അത് ഇന്ത്യയിൽ നാശം വിതയ്ക്കാൻ മാത്രമേ അവർ ഉപയോഗിക്കൂ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ വരാനിരിക്കുന്ന വലിയൊരു ആപത്ത് മുൻകൂട്ടി കണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ലോകത്തെ മുൻനിര സാങ്കേതിക വിദ്യാശക്തിയായ ജപ്പാനോട് യാതൊരു കാരണവശാലും പാകിസ്ഥാൻ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളോ വിവരങ്ങളോ കൈമാറരുതെന്ന് ഇന്ത്യ മുഖത്ത് നോക്കി കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്ന ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഡൽഹിയിൽ നടത്തിയ ഔദ്യോഗിക കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യ ഈ നിർണായക വിഷയം ഉന്നയിച്ചത്. പ്രതിരോധ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുന്നതിനുള്ള ചട്ടങ്ങളിൽ ജപ്പാൻ അടുത്തിടെ ചില ഇളവുകൾ വരുത്തിയിരുന്നു. ഇതിന്റെ മറപിടിച്ച് ജപ്പാനിൽ നിന്ന് നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം എന്ന തിരിച്ചറിവാണ് ഇന്ത്യയെ കൊണ്ട് ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുപ്പിച്ചത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു നീക്കവും ലോകത്ത് എവിടെ നടന്നാലും ഇന്ത്യ നോക്കി നിൽക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിന് ഇന്ത്യ ജപ്പാന് മുന്നിൽ വച്ച തെളിവുകൾ കേട്ടാൽ ആരും ഞെട്ടും. കാരണം പാകിസ്ഥാന് ലഭിക്കുന്ന സാങ്കേതിക വിദ്യകൾ അവർ ഏകാധിപത്യ രാജ്യമായ ഉത്തര കൊറിയയ്ക്ക് കൈമാറാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവായ അബ്ദുൽ ഖാദിർ ഖാൻ മുൻപ് ഉത്തര കൊറിയയ്ക്ക് യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യകളും രഹസ്യങ്ങളും വിറ്റ ചരിത്രം ലോകത്തിന് മുന്നിലുണ്ട്. ഇന്ത്യയെ തകർക്കാൻ എന്തും ചെയ്യുന്ന ഒരു ഭീകരരാഷ്ട്രമായ പാകിസ്ഥാന്റെ കൈകളിൽ വികസിത രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യ എത്തുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിന് തന്നെ വൻ ഭീഷണിയാണെന്ന് ഇന്ത്യ ജപ്പാനെ ബോധ്യപ്പെടുത്തി. പാകിസ്ഥാനെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ജപ്പാനുമായുള്ള പ്രതിരോധ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്താനും ഈ ചർച്ചയിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാവികസേനാ തലത്തിൽ പ്രത്യേകിച്ച് അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യം കൂടി ലഭിക്കും. ലോകത്തെ വൻ ശക്തികളോട് തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് കർശനമായി ആവശ്യപ്പെടാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ശത്രുക്കൾ ഇന്ത്യക്കെതിരെ ആയുധമെടുക്കാൻ ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മുനയൊടിക്കുന്ന നവഭാരതത്തിന്റെ അതിശക്തമായ നയതന്ത്ര വിജയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മിസ്റ്റർ സിസ്റ്റം